തിരുവനന്തപുരത്ത് സൈനികർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ചടങ്ങിൽ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. ചടങ്ങിൽ നിർധനരായ രോഗികൾക്ക് അനന്തഹസ്തം പദ്ധതിയിലൂടെ ചികിത്സാ ധനസഹായവും നൽകി. നടനും സംവിധായകനുമായ സുരേഷ് തിരുവല്ല, സീരിയൽ താരം ഹരീന്ദ്രൻ കാടാമ്പുഴ, മാധ്യമപ്രവർത്തകൻ രഞ്ജിത്ത് ലാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് വിമുക്ത ഭടന്മാരെ പൊന്നാടയണിയിച്ച് പ്രശസ്തി പത്രം കൊടുത്ത് ആദരിക്കുകയും തുടർന്ന് വിശിഷ്ട അതിഥികൾ സംഘടനയായ ASWCOയുടെ ആദരം ഏറ്റുവാങ്ങുകയും ചെയ്തു. സംഘടനാ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, സെക്രട്ടറി പ്രമോദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. രാഹുൽ, അഭിലാഷ്, ശ്രീജിത്ത്, എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ പ്രിയ സുഹൃത്ത് ഹരീന്ദ്രൻ, രഞ്ജിത്ത് ലാൽ, എൻ്റെ മുന്നിൽ സന്നിഹിതരായിരിക്കുന്ന ഓരോ വിമുക്ത ഭടന്മാരെ, കുടുംബാംഗങ്ങളെ, ഇപ്പോൾ സർവീസിലിരിക്കുന്നവരെ എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നമസ്കാരം അറിയിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത് വലിയ ചടങ്ങോ ചെറിയ ചടങ്ങോ എന്നുള്ളതല്ല. നമ്മളെ സംബന്ധിച്ചോളം അവിടെ ഒരു 10 പേരാണെങ്കിലും അവിടെ ഒരു പരിപാടിക്ക് നമ്മളെ ക്ഷണിക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷവുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങനെ വിവിധതരം ചാരിറ്റി പ്രവർത്തനങ്ങളും ആദരിക്കൽ പരിപാടികൾ, അതുപോലെ അവശത അനുഭവിക്കുന്ന ആൾക്കാർ ഒരാളെയെങ്കിലും സഹായിക്കുക എന്നൊക്കെയുള്ള ഒരു കാലത്ത് വളരെ അന്യം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനായി സമയം കണ്ടെത്തി ഇതിന് മുന്നിട്ട് ഇറങ്ങിത്തിരിച്ച ഇതിൻ്റെ പ്രവർത്തകർ, അതായത് രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെ ഉള്ളവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരുപാട് സംസാരിക്കുന്നില്ല, കാരണം നമ്മളത് സംസാരിക്കേണ്ട സമയം അദ്ദേഹം ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. ഇനിയുണ്ട് നമ്മുടെ സുഹൃത്ത്, ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും മേൽക്കുമേൽ അനന്തപുരി സോൾജേഴ്സ് ഒരുപാട് പേർക്ക് ഇന്നിപ്പോൾ 2 പേരെ അവർക്ക് സഹായം ചെയ്യുന്നു. അത് നിരവധി ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു തീർച്ചയായിട്ടും അത്രയും ദൈവികമായി അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. അടുത്തതായി നമ്മുടെ ഈ വേദിയിലേക്ക് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റായ ശ്രീ ഹരീന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരീന്ദ്രൻ, പറഞ്ഞല്ലോ, ഇനി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇരുത്തിയും കൊണ്ടാണ് പറയായിരുന്നു. അല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു രാജേന്ദ്ര പ്രസാദ് എന്നൊക്കെയാണ് മുഴുവനായിട്ട് പറയണത്. ഞാൻ അങ്ങനെ പറയാറൊന്നുമില്ല. ഏതായാലും ഇന്ന കുറേ പറഞ്ഞുകൊണ്ട് രാജുവേട്ടൻ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ വിളിക്കാറ്. അല്ല, അപ്പോൾ രാജേന്ദ്ര പ്രസാദ് എന്നൊക്കെ ഞാൻ വിളിച്ചാൽ ശരിയാവില്ല. കുറച്ച് നേരമായാലേ തുടങ്ങിയിട്ട് ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ടല്ലേ. അപ്പോൾ രാജുവേട്ടൻ്റെ കൂടെ ഒരുപാട് കാലമായി. വാനമ്പാടിൻ്റെ സീരിയൽ ഷൂട്ട് കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ അനന്തപുരി സോൾജിയേഴ്സ് ആൻഡ് വെൽഫെയർ ചാരിറ്റി ഓർഗനൈസേഷൻ അല്ലേ, നമ്മൾ ഈ പദ്ധതി കൊണ്ടുവന്ന നിമിഷം മുതൽ ഞാനിതിൻ്റെ വീഡിയോ കാര്യങ്ങൾ അങ്ങനത്തെ പോയിട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ അതിനുപരി രാജുവേട്ടൻ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്ന ആ സമയം മുതൽ, ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ വലിയൊരു സ്ട്രെയിനാണ് രാജുവേട്ടൻ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് മുതലേ ഞാൻ കാണുന്നുണ്ട് ഈ ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്ലാനിങ്, വലിയ ബുക്കുകൾ ഒരുപാട് മറിച്ച് നോക്കുന്നു, പഠിക്കുന്നു. വന്ന സമയം മുതലേ ഇതിൻ്റെ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചത് ഒരുപാട് സോൾജേഴ്സ് ജോലി കഴിഞ്ഞ് അവർ തിരിച്ച് അവരെ നാട്ടിലെത്തി ശേഷം അവരൊക്കെ ഒരു എമൗണ്ടിൽ നിന്ന് പല കാര്യങ്ങൾ മാത്രമല്ല ചെയ്യുന്ന പോലെ അതോടുകൂടി അവസാനിപ്പിക്കുന്നു. പക്ഷേ എന്നെ അതിശയിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ രാജുവിടെ ആദ്യം സംസാരിച്ച ആ ഒരു കാര്യമാണ്. ഈ ഇപ്പോൾ പറഞ്ഞു സെക്യൂരിറ്റിക്കാരുടെ ഒരു ജോലിക്ക് എന്നെ ഞാൻ തരൂല്ല. കാരണം വലിയൊരു പ്രയത്നം നമ്മളെ മുമ്പിൽ ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കണ്ടുപിടിക്കൂ, ഗാന്ധിജിയെ കണ്ടുപിടിക്കൂ എന്നൊക്കെ പറയും. എന്നെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ഒരാളുണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടത് രാജുവേട്ടൻ ആ ജോലി അവിടുന്ന് കഴിഞ്ഞ് വന്നിട്ട് വളരെ സ്ട്രെയിൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും പഠിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം ആ മനുഷ്യനുണ്ടായിട്ടുള്ളൂ. ഇരുന്ന് പഠിക്കുക. ഇനി ആര് മുമ്പിൽ വന്നാലും അവരും പഠിപ്പിക്കും. ഒരു വലിയ പുസ്തകങ്ങൾ എടുത്ത് പഠിച്ച് ഇപ്പം ഇന്ന് അദ്ദേഹം ആ പോസ്റ്റ് ഓഫീസിൽ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അതിൽ വളരെയധികം സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നല്ലൊരു രാജ്യസേവനം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരിക്കലും ഒരു ഓഫീസിൻ്റെ ഒരു സെക്യൂരിറ്റിക്കാരനോ അല്ലെങ്കിൽ മറ്റതോ അങ്ങനെയൊന്നും ആയിട്ട് നിന്നില്ല. അപ്പോഴും ചിന്തിക്കുന്ന ബാക്കിയുള്ളവരോടും പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളും ആ വഴിയെ സ്വീകരിച്ച് നിങ്ങളും പോകണമെന്നാ. കാരണം ഏതൊരാളെ മനസ്സിലും ഇപ്പം സാറ് കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ എനിക്കും ഒരു പട്ടാളക്കാരനാവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ഒരു സൂപ്പർ ഹീറോ ഒരു സോൾജർ ആയിട്ടാണ്. ആ സൂപ്പർ ഹീറോസ് എന്നും ഹീറോസ് ആയിട്ട് നിലനിൽക്കുക എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
അടുത്തതായി നമ്മുടെ ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുവാനായി മംഗളം സബ് എഡിറ്റർ ശ്രീ രഞ്ജിത് ലാൽ സാറിനെ ക്ഷണിച്ചു. നമസ്കാരം. ഞാൻ സത്യത്തിൽ ഇവിടെ ഒരു ഗസ്റ്റായിട്ട് വന്നതല്ല, പ്രസാദിൻ്റെ ഒരു സുഹൃത്താണ്. എന്നെ പിടിച്ച് അവിടെ ഇരുത്തിയതാണ്. പട്ടാളക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയാണ്. ഏത് കാര്യവും ഏറ്റെടുത്താൽ അത് കൃത്യമായിട്ടും ചെയ്യുക എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് പ്രസാദ് എല്ലാവരെ പറ്റിയും ഇത്രയും നല്ല കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് സിനിമയിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രമിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അത് പുറത്ത് പോകുന്നത് നമ്മളെ ബാധിക്കും. അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത്. എങ്കിലും ഈ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. അവർക്ക് റിട്ടയർഡ് ആയി കഴിഞ്ഞാലും വെറുതെ വീട്ടിലിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവരുടെ ഉള്ളിൽ ആ ഒരു നാടിനെയും സമൂഹത്തെയും സ്നേഹിക്കുക എന്നുള്ള ഒരു ത്വരയുണ്ട്. അതുകൊണ്ട് എല്ലാ പട്ടാളക്കാരും റിട്ടയർഡ് ആയി കഴിഞ്ഞാലും അവരുടെ ജീവിതത്തിനൊപ്പം തന്നെ കൂടെയുള്ള സഹജീവികളെയും ഒപ്പം ജോലി ചെയ്യുന്നവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലും വരെ ഇടപെടുന്ന ഒരു സംഘടനയാണ് ഇത് എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ രാജേന്ദ്ര പ്രസാദിനും മറ്റു സംഘാടകർക്കും കഴിയുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളുടെയും മാധ്യമ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും സഹായം ഒപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ചെറിയൊരു കുടുംബാംഗം എന്ന നിലയ്ക്ക് ഞാൻ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. അപ്പോൾ അടുത്ത നമ്മുടെ ചടങ്ങ് ഈ വിമുക്ത ഭടന്മാരെ ആദരിക്കുക എന്നുള്ള ചടങ്ങാണ്. അപ്പം ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. അപ്പോൾ അവർക്ക് പൊന്നാടയും മൊമൻ്റയും നൽകി ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി ഞാൻ ഈ പരിപാടിയിൽ ക്ഷണിക്കുന്ന നമ്മുടെ ഹവൽദാർ രതീഷ് സാറിനെയാണ്. രതീഷ് സാറും ഫാമിലിയും വരണം. രതീഷ് സാർ ഇപ്പോൾ രാജ്യസേവനം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് 15 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ സാറിനെ ആദരിക്കുന്നതിലേക്കായി ക്ഷണിക്കുന്നു. അപ്പോൾ പൊന്നാട അണിയിക്കുന്നതിനായി സംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറി ശ്രീജിത്തിനെ ക്ഷണിക്കുകയാണ്. ശ്രീജിത്ത് വന്ന് പൊന്നാട അണിയിക്കുക. അങ്ങോട്ട് ഫേസ് ചെയ്ത് മോനെ അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. മൊമൻ്റ നൽകുന്നതിലേക്കായി സുരേഷ് സാറിനെ ക്ഷണിക്കുകയാണ്. ശരി, അടുത്ത് നമ്മുടെ ഹവൽദാർ അനിൽകുമാർ സാറാണ്. അനിൽകുമാർ സാറിനെ ഫാമിലിയെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ പൊന്നാട അണിയിക്കുന്നതിനായി നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് സാറിനെ ക്ഷണിക്കുകയാണ്. പൊന്നാട അണിയിക്കുന്നതിനായി കഴിഞ്ഞല്ലോ. അടുത്ത മൊമെന്റ് നൽകുന്നതിനായി ഹരീന്ദ്രനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ഹവൽദാർ മനാഫ് ഷറഫുദ്ദീനാണ്. പൊന്നാട അണിയിക്കുന്നതിനായി നമ്മുടെ സതീഷ് സാറിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. കയറി നിൽക്ക്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. രഞ്ജിത്തെ കയറി നിന്ന്. അടുത്തതായി നമ്മുടെ വിമൽ രാജ് സാറിനെയാണ് മൊമൻ്റ നൽകുന്നതിലേക്കായി സുരേഷ് തിരുവല്ല സാറിനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ വിമൽ രാജ് സാറിനെയാണ്. അദ്ദേഹത്തെ ഫാമിലിയെയും ക്ഷണിക്കുകയാണ്. പൊന്നാട അണിയിക്കുന്നതിനായി ഗിരിയെ മൊമൻ്റോ നൽകുന്നതിലേക്ക് ഹരിയെ
ഓക്കെ, അടുത്ത് രതീഷ് സാറിനെ ക്ഷണിക്കുകയാണ്. ഫാമിലി മൊമെൻ്റോ നൽകുന്നതിലേക്കായി സുരേഷ് തിരുവല്ല സാറിനെ വീണ്ടും ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ ആദരിക്കൽ ചടങ്ങ് കഴിഞ്ഞു. ഇനി അടുത്തത് അനന്തഹസ്തം ചികിത്സാ സഹായമാണ്. ഞാൻ പറഞ്ഞു അതൊക്കെ ആരൊക്കെയാണ് വാങ്ങുന്നതെന്ന്. നിതിനെ ആ ഒരു ചെറിയ സഹായം ഏറ്റുവാങ്ങുന്നതിലേക്കായി ക്ഷണിക്കുകയാണ്. ആ സഹായം സുരേഷ് സാറും ഹരിയും ചേർന്ന് നൽകാനായി അഭ്യർത്ഥിക്കുന്നു. അങ്ങോട്ട് നോക്കി. അപ്പം അടുത്ത് ചന്ദ്രോദയൻ സാറിൻ്റെ ബൈസ്റ്റാൻഡർ വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ഇന്ന് ഈ ചടങ്ങിന് ഇവിടെ അവരുടെ വിലപ്പെട്ട സമയം മാറ്റി വെച്ച് ഇവിടെ എത്തിയ ഗസ്റ്റുകളെ ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ നമ്മുടെ സുരേഷ് തിരുവല്ല സാറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കാനായി വൈസ് പ്രസിഡന്റ് രാഹുലിനെ ക്ഷണിക്കുകയാണ്. പൊന്നാട അണിയിക്കുന്നതിനായി രാഹുലിനെ ക്ഷണിക്കുകയാണ്. മൊമെൻ്റോ നൽകുന്നതിനായി ശ്രീജിത്തിനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മളെ ഹരി കാടാമ്പുഴയാണ്. അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുന്നതിനായി ബിനു സാർ. മൊമെൻ്റോ നൽകുന്നതിനായി സജിരാജിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്, എക്സിക്യൂട്ടീവ് അംഗം. അടുത്ത നമ്മുടെ ഗസ്റ്റ് രഞ്ജിത്തിനെ പൊന്നാട അണിയിക്കുന്നതിലേക്കായി നമ്മുടെ അനിൽ പോത്തൻകോട് സ്നേഹസദനത്തിൻ്റെയൊക്കെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെൻ്റോ നൽകുന്നതിലേക്കായി സെക്രട്ടറി പ്രമോദ് സാറിനെ ക്ഷണിക്കുക. അടുത്തതായി ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് ട്രഷറർ അഭിലാഷിനെ ക്ഷണിക്കുകയാണ്. കൃതജ്ഞത. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാൻ അനന്തപുരി സോൾജേഴ്സിൻ്റെ ട്രഷറാണ്. എന്നെ കൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. ആദ്യമായി ഇവിടെ ചീഫ് ഗസ്റ്റായി ഇവിടെ എത്തിയ സുരേഷ് തിരുവല്ല, അദ്ദേഹം നടനും ഡയറക്ടറും എന്നീ നിലകളിൽ പ്രശസ്തനാണ്. അദ്ദേഹത്തിന് അനന്തപുരി സോൾജേഴ്സിൻ്റെ പേരിലും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്തതായി സീരിയൽ ആർട്ടിസ്റ്റ് ഹരീന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ എനിക്ക് നേരത്തെ തന്നെ അറിയാം. അദ്ദേഹത്തിനെ ഒരിക്കൽ പിക്കപ്പ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അദ്ദേഹത്തിനും അനന്തപുരി സോൾജേഴ്സിന്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കൂടാതെ സബ് എഡിറ്റർ രഞ്ജിത് ലാൽ സാർ, അദ്ദേഹത്തിനും അനന്തപുരി സോൾജേഴ്സിന്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ അനന്തപുരി സോൾജേഴ്സിന്റെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് സാർ, അദ്ദേഹത്തിനും അനന്തപുരി സോൾജേഴ്സിന്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സെക്രട്ടറി പ്രമോദ് സാർ, അദ്ദേഹത്തിനും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കൂടാതെ രാജ്യസേവനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഹവിൽദാർ രതീഷ് സർ, അനിൽകുമാർ സർ, രതീഷ് സർ, മനോഫ് സർ, വിമൽ രാജ് സർ എന്നിവർക്കും
അനന്തപുരി സോൾജേഴ്സിന്റെ പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, എല്ലാ മെമ്പേഴ്സിനും, പിന്നെ നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ ടീമിനും, അതുപോലെ ഫാമിലിയായി ഇവിടെ എത്തിയ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും, അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അനന്തപുരി സോൾജേഴ്സിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.